വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 428, അതായത് ഇന്നിറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഒഫീഷ്യലായിട്ട് ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ റിലീസായിട്ടുണ്ട്. ആദ്യം ആ ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ലച്ചുവും എല്ലാവരും അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ലച്ചു പറയുന്നുണ്ട് നമ്മുടെ ഡാഡി കോളിൽ നിന്ന് വരുമെന്ന്, അതായത് ബാലു ഇന്നിപ്പോൾ നമ്മളോട് തിരിച്ചു വരുമെന്ന രീതിക്ക് ലച്ചു പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വരുന്നതെന്ന് കേട്ട ഉടൻ തന്നെ പാറുക്കുട്ടി പറയുന്നുണ്ട്, അപ്പോൾ തുമ്പിയെ അച്ഛൻ കാണില്ലേ എന്ന്, അതായത് ആ പൂച്ചയെ അച്ഛൻ കാണില്ലേ എന്ന രീതിക്ക് പാറുക്കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരണ്ണൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, അവൻ ഈ പൂച്ചേനെയൊന്നും പണ്ട് തൊട്ടേ ഇഷ്ടമല്ല എന്ന രീതിക്ക്. അപ്പോൾ പാറുക്കുട്ടി അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, പൂച്ചയെ കളയാൻ പറ്റത്തില്ല എന്ന രീതിക്ക് ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കേശു ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, അവൾ സീരിയസ് ആയിട്ടാണ് കേട്ടോ എന്ന രീതിക്ക് ബാക്കിയുള്ളവരോട് കേശു പറയുന്നുണ്ട്. ഇനി ആ ഒരു പൂച്ചയോട് പാറുക്കുട്ടി സെപ്പറേറ്റ് ആയിട്ട് തനിച്ച് റൂമിൽ വരുന്നത് പറയുന്നുണ്ട്, നിന്നെ ആരും കൊണ്ടുപോയി കളയാൻ സമ്മതിക്കില്ല എന്ന രീതിക്ക് ആ ഒരു പൂച്ചയോട് പാറുക്കുട്ടി പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത സീനിനെ ബാലു വന്നിട്ട് ദേഷ്യപ്പെടുന്ന പോലത്തെ സീനാണ് കാണിക്കുന്നത്. ബാലു പറയുന്നുണ്ട്, ഈ സാധനത്തിനെ കൊണ്ട് എവിടെയും കൊണ്ടുപോയി കളയാൻ, ഇവിടെ വീട് ഫുള്ളായിട്ട് പൂടയാവും എന്ന രീതിക്ക് പൂച്ചനെക്കുറിച്ച് ബാലു പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ശങ്കരണ്ണൻ ബാലുവിനോട് പറയുന്നുണ്ട്, അതിനെ എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും അത് ഇവിടെ തന്നെ തിരിച്ചു വരും എന്ന രീതിക്ക്. അപ്പോൾ ശിവാനി കേശുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവൻ കുറേ നാളായിട്ട് കണ്ട് കളയാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അത് ഇവിടെ തന്നെ വരുന്നുണ്ട് എന്ന രീതിക്ക് ബാലുവിനെ എല്ലാവരും ചേർന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോമോൻ്റെ അവസാന സീനിൽ ഒരു ട്വിസ്റ്റോടെയാണ് ഈ ഒരു പ്രോമോ എൻ്റെ ആവുന്നത്. അതായത് ആ ഒരു പൂച്ചയെ കാണിച്ചുകൊണ്ട് ശങ്കരണ്ണൻ ബാലുവിനോട് പറയുന്നുണ്ട്, ആ പൂച്ചേനെ സൂക്ഷിച്ചൊന്ന് നോക്ക്, അത് നമ്മുടെ രാഘവണ്ണനെ പോലെ ഇല്ലേ എന്ന രീതിക്ക്. അപ്പോൾ ബാലു പറയുന്നുണ്ട്, രാഘവ മാമന എന്ന രീതിക്ക് കൊണ്ട് ആ പൂച്ചേനെ നോക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചൻ്റെ ഒരു ക്ലോസപ്പോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. അത് ആരും തന്നെ എക്സ്പെക്ട് ചെയ്തില്ല. ചിലപ്പോൾ ആ ഒരു പൂച്ചയെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കരണ്ണൻ്റെ ഒരു അടവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാലു തന്നെയാണ്. ബാലു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമുളയിലോട്ട് തിരിച്ചു വരുന്നത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്കറിയാം, ഈ 2-3 ദിവസം കണ്ടിന്യൂസ് എപ്പിസോഡിൽ പൂച്ചയുമായിട്ടാണ് പാറുക്കുട്ടി നടക്കുന്നത് എന്ന്. പൂച്ച ഒരു അംഗത്തെ പോലെ ഉപ്പുമുളകിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നേരം കൊണ്ട് തന്നെ. ഇപ്പോൾ ബാലു വന്ന ഉടൻ തന്നെ ആ ഒരു പൂച്ചയെ ഒഴിവാക്കണമെന്ന് പറയുന്നതും പാറുക്കുട്ടി ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതും അവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റുകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു ക്യാരക്ടർ എക്സ്ട്രാ, പൂച്ച എന്നൊരു ക്യാരക്ടർ എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നാണ് ഒരു 2 എപ്പിസോഡിന് എന്ന രീതിക്ക്. പക്ഷേ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൂച്ചൻ്റെ കണ്ടന്റ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ബാലുവും നീലും ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പൂച്ചനെയും ചേർത്ത് ചെറിയൊരു കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ബാലു തിരിച്ച് വന്നിട്ടും ആ പൂച്ച തന്നെയാണ് മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ആ പൂച്ചയ്ക്ക് സെപ്പറേറ്റ് പ്രോമോ ഒക്കെ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ മുളകിൽ. ആ പൂച്ച ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ആ പൂച്ച സംസാരിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്, ഒരുപാട് സൂപ്പർഫിഷ്യലായിട്ടാണ് കാണിക്കുന്നത്. അതൊക്കെ എത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് ഡൗട്ട് തന്നെയാണ്. കാരണം ഉപ്പുമുളകം എന്നത് ക്ലോസ് ടു റിയാലിറ്റി ഷോ തന്നെയാണ്. അതായത് ഒരു റിയലായിട്ട് നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി എടുക്കുന്ന സ്റ്റോറി, അതായത് ക്യാമറ ഉണ്ടെന്ന് പോലും അറിയാത്ത രീതിക്ക് ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മായാജാലം കലർന്ന കഥയൊക്കെ കൊണ്ടുവന്നാൽ ഇത് എത്രത്തോളം പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് ഡൗട്ടാണ്. ഇതിനു മുമ്പും ഇതുപോലത്തെ കഥയൊക്കെ കൊണ്ടുവന്നപ്പോൾ പ്രേക്ഷകർ ഒട്ടാകെ അതിനെ എതിർത്ത് നിന്നിട്ട് മുടീൻ്റെ ഒരു ഇൻ്റർവ്യൂക്ക് ശേഷം കഥ വീണ്ടും റിയാലിറ്റി ആയിട്ട് മാറിയതാണ്. ഇപ്പോൾ വീണ്ടും അൺറിയലായിട്ട് കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിനിങ്ങനെ കണ്ടിന്യൂ ആകുമോ ഇല്ലയോ എന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലും ആ ഒരു പൂച്ച തന്നെയാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.